ടെക്സസിലെ മിന്നൽ പ്രളയത്തിന്റെ നടുക്കത്തിൽ തന്നെയാണുള്ളത് അമേരിക്ക. മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. CNN നൽകുന്ന കണക്കനുസരിച്ച് 15 കുട്ടികൾ ഉൾപ്പെടെ 43 പേർ മരിച്ചതായാണ് സ്ഥിരീകരിക്കുന്നത്. സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ കുട്ടികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. അതിനിടെ ശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. അൻസു എൽസ സന്തോഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അൻസു, ഒരു ദേശീയ ദുരന്തം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളാണ് മരിച്ചവരിൽ ഏറെയും. ഒപ്പം ആശങ്കപ്പെടുത്തുന്ന ഈ സമ്മർ ക്യാമ്പിൽ 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? വിനീത, വലിയ ദുരന്തം എന്ന തരത്തിൽ തന്നെയാണ് ടെക്സസിലെ മിന്നൽ പ്രളയത്തെ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. വലിയ രീതിയിൽ ഈ രക്ഷപ്പെട്ട ആളുകൾ ഉണ്ടോ എന്ന തരത്തിലുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്വാഡലൂപ്പ് നദിയിൽ ഇതുപോലെ ആളുകൾക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇതൊരു 27 മരണം എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നതെങ്കിൽ ഇപ്പോൾ വിവരം ലഭിക്കുമ്പോൾ CNN-ഉം BBC-യും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് കുറഞ്ഞത് 43 പേർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ്. ഇതിൽ 15 പേരോളം കുട്ടികളാണ് എന്നുള്ളതാണ്. ഈ ടെക്സസിലെ ഗ്വാഡലൂപ്പ് നദിയുടെ കരയിലാണ്, ഹണ്ട് എന്ന പട്ടണത്തിലാണ് ഈ ക്യാമ്പ് മിസ്റ്റിക് നടന്നുകൊണ്ടിരുന്നത്. ക്രിസ്ത്യൻ വേനലവധിക്കാല ക്യാമ്പായിരുന്നു. ഇതിൽ 750ഓളം കുട്ടികൾ, പെൺകുട്ടികളടക്കം പങ്കെടുത്തിരുന്നു. ഇതിൽ നിന്ന് ഇന്നലെ തന്നെ വന്നിരുന്നു 25ഓളം കുട്ടികൾ മിസ്സിംഗ് ആണ്, കാണാതായി എന്ന വിവരം വന്നിരുന്നു. ഇതിൽ ഏതാണ്ട് വളരെ കുറച്ച് കുട്ടികളുടെ മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പേരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഒഫീഷ്യൽസിൻ്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ 850ഓളം പേരുടെ ജീവൻ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. നിരവധി ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും സംവിധാനങ്ങളും എല്ലാം തന്നെ നിരവധി രക്ഷാപ്രവർത്തകരടക്കം ഫെഡറൽ സംവിധാനങ്ങളടക്കം ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്വാഡലൂപ്പ് നദിയിൽ ഇപ്പോഴും വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. നിരവധി വാഹനങ്ങൾ, വീടുകൾ, പ്രത്യേകിച്ച് ടെക്സസിൻ്റെ ഈ ഹണ്ട് എന്ന പട്ടണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു ടൂറിസം കൂടുതലായി ഉള്ള ഒരു പട്ടണം കൂടിയാണ്. മറ്റൊന്ന് ഇത്തരത്തിൽ ക്യാമ്പിംഗ് സൈറ്റുകൾ, ക്യാമ്പുകൾ, അത്തരത്തിലുള്ള മൊബൈൽ ചെറിയ ഒറ്റപ്പെട്ട കുഞ്ഞു കുഞ്ഞു വീടുകൾ, അത്തരത്തിലുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ചെറിയ 3 അടി വെള്ളം ഉയർന്നതിൽ നിന്ന് ഒറ്റയടിക്ക് 3/4 മണിക്കൂർ കൊണ്ട് രാത്രി കനത്ത മഴ പെയ്തപ്പോൾ ഇത്തരത്തിൽ 26 അടി ഉയരത്തിലേക്ക് വെള്ളം പൊങ്ങുന്ന സാഹചര്യം. അൻസു, 4 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 2 വലിയ കെട്ടിടങ്ങളുടെ പൊക്കത്തിൽ വെള്ളം പെട്ടെന്ന് ഉയർന്നു. അതാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ അറിയിക്കുന്നത്, അല്ലേ? ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ, നേരത്തെ അൻസു പറഞ്ഞതുപോലെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്തിയതാണ്. അതുകൊണ്ട് ഒരു യഥാർത്ഥ കണക്കിപ്പോഴും ലഭ്യമായിട്ടില്ലേ എന്നൊരു ആശങ്കയും ചില കോണുകളിൽ നിന്നൊക്കെ ഉയരുന്നുണ്ടല്ലേ? വിനീത, 4th of July ആയിരുന്നു അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം. അതായത് അവരുടെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളായിരുന്നു, ഒപ്പം വാരാന്ത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് മിസ്റ്റിക്കിന് അടുത്ത് തന്നെയുള്ള മറ്റ് ക്യാമ്പിംഗ് സൈറ്റുകളിലൊക്കെ നിരവധി ആളുകൾ 4th of July ആഘോഷിക്കാൻ അടക്കം എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രാദേശിക ആളുകൾ മാത്രമല്ല ഇതിൽ പെട്ടിട്ടുള്ളത്, ബാധിക്കപ്പെട്ടിട്ടുള്ളത് നിരവധി സ്ഥലത്ത് നിന്ന് ടെക്സസിലേക്ക് എത്തിയ ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു കണക്കിപ്പോഴും ലഭ്യമല്ല. പല ആളുകളുടെയും മൃതദേഹങ്ങളടക്കം ലഭിച്ചത് ഒരു വിധത്തിലുള്ള ഐഡികളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒരു തരത്തിലുള്ള തിരിച്ചറിയപ്പെടാനുള്ള ഒന്നും തന്നെ ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മറ്റൊന്ന്, ഈ 4th of July ആഘോഷങ്ങൾ അമേരിക്കയിൽ ആകെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടെക്സസിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം അവസാനത്തെ ആളെയും കണ്ടെത്തും വരെ ഞങ്ങൾ തുടരും എന്ന തരത്തിലാണ് ടെക്സസ് ഗവർണർ അബോട്ട് അടക്കം പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഒപ്പം ഇതൊരു വലിയ ദുരന്തമായുള്ള ഒരു ഡിക്ലറേഷൻ കൂടി നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയടിക്ക് ഇത്തരത്തിൽ വെള്ളം പൊങ്ങുന്നത്, കനത്ത മഴ ഉണ്ടാകുമെന്ന് നാഷണൽ വെതർ സർവീസിൻ്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു മിന്നൽ പ്രളയം, അതായത് 4 മണിക്കൂറിൽ പെയ്തിരിക്കുന്നത് 6.5 ഇഞ്ച് മഴയാണ്. അത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടാകും അല്ലെങ്കിൽ അപകടമുണ്ടാകും എന്ന തരത്തിലുള്ളൊരു പ്രളയ മുന്നറിയിപ്പ് ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളടക്കമുള്ള ക്യാമ്പുകളടക്കം അവിടെ യാതൊരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തത്. വിനീത, ശരിയാണ് അൻസു പറഞ്ഞതുപോലെ 1 മാസം പെയ്യേണ്ടുന്ന മഴ 1 മണിക്കൂറിൽ പെയ്തു എന്നാണ് കണക്കാക്കുന്നത് കാലാവസ്ഥാ വകുപ്പ്. ഏതായാലും മരണസംഖ്യ ഉയരുന്നു എന്നത് ആശങ്കയാണ്. ഇപ്പോഴും 27-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാവുന്ന കണക്കുകൾ വരുന്നത്. 15 കുട്ടികൾ ഉൾപ്പെടെ 43 പേർ മരിച്ചതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഇപ്പോഴും ടെക്സസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഹെലികോപ്റ്ററും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചാണ് തെരച്ചിൽ. ഇപ്പോഴും നദിയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.